ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ്സിൻ്റെ ഉലൂമുദ്ദീൻ വാർഷിക എക്സാമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു വാർഷിക എക്സാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എക്സാമിന് 13ാമത്തെ പാഠഭാഗങ്ങൾ മുതലാണ് ഉള്ളതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് പാഠങ്ങളുടെ റിവിഷനും ചോദ്യപേപ്പറും ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം കോളത്തിൽ ശരിപ്പെടുത്താനാണ്. എന്താണ് ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? 6. ഈമാൻ കാര്യങ്ങൾ 6 നമ്മൾ ഒരു പാഠത്ത് പഠിച്ചിട്ടുണ്ട്. 21ാമത്തെ പാഠത്തിൽ ഈമാൻ കാര്യങ്ങൾ 6 അത് ഓർഡറിൽ പഠിക്കണം. ഈമാൻ കാര്യങ്ങളിൽ 2ാമത്തേത് ഏത് എന്നൊക്കെ ചോദ്യമായിട്ട് വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം അല്ലേ? അപ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ 6 ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12 ജനിച്ചത്. റബീഉൽ അവ്വൽ 12 ക്രിസ്തുവർഷം 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പുലരിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അപ്പോൾ ഇവിടെ റബീഉൽ അവ്വൽ ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 അതൊക്കെ മനസ്സിലാക്കണം. ഇനി ആ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അറിവ് നേടാൻ പോയി. എവിടേക്കായിരുന്നു പോയത്? ബാഗ്ദാദിലേക്കാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അറിവ് നേടാൻ പോയത്. കഅബ അല്ലാഹു തആല സംരക്ഷിക്കും. ഇത് പറഞ്ഞത് ആരായിരുന്നു? അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറഞ്ഞതാണ്. അബ്രഹത്ത് കഅബ പൊളിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞതാണ് കഅബ അല്ലാഹു തആലയുടേതാണ്, അല്ലാഹു തആല അത് സംരക്ഷിക്കുമെന്ന്. അടുത്തത് നുബുവത്ത് ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് 40 വയസ്സായിരുന്നു. 40 വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത്. അടുത്തത് ആമിന ബീവിയുടെ പിതാവിൻ്റെ പേര്. ആമിന ബീവിയുടെ പിതാവ് വഹബിൻ്റെ മകളാണ് ആമിന ബീവി. വഹബിൻ്റെ മകൾ ആമിന ബീവി. അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് അബ്ദുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. അടുത്തത് സത്യവിശ്വാസി ഒരിക്കലും പറയില്ല. എന്താണ്? കളവ്. സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. കഅബ പൊളിക്കാൻ വന്നവരെ നശിപ്പിച്ചു. ആരായിരുന്നു നശിപ്പിച്ചത്? അല്ലാഹു തആല അബാബീൽ എന്ന കുഞ്ഞു പക്ഷികളെ തീക്കല്ലുകളുമായിട്ട് അയച്ച് കഅബ പൊളിക്കാൻ വന്നവരെ നശിപ്പിച്ചു. അത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലണം. എപ്പോഴാണ് റബ്ബിയൽ അഅ്ലാ എന്ന് ചൊല്ലേണ്ടത്? സുജൂദിലാണ്. അപ്പം അതുപോലെ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലണം. എപ്പോൾ എന്ന് വെച്ചാൽ റുകൂഇൽ. അപ്പോൾ മനസ്സിലാക്കുക. ഇനിയാ ദർസിൽ പോവാൻ, മസ്ജിദിൽ പോവാൻ എന്താണ് അല്ലാഹു തആല നമുക്ക് നൽകിയത്? കാലുകൾ. നമ്മൾ പാട്ട് പഠിച്ചിരുന്നു അല്ലേ? ദർസിൽ പോവാൻ, മസ്ജിദിലെത്താൻ കാലുകൾ തന്നവൻ അല്ലാഹു അല്ലേ? അതുപോലെ കർമ്മം ചെയ്യാനും ദാനം നൽകാനും അല്ലാഹു തആല തന്നതാണെന്ന് കൈകൾ. സത്യം പറയാനും ദിക്റുകൾ ചൊല്ലാനും നാവുകൾ തന്നു. ഈമാൻ കൊള്ളാനും നന്മ നിനയ്ക്കാനും ഹൃദയം തന്നു. ബാങ്കുലി കേൾക്കാനും വായ്മൊഴി കേൾക്കാനും എന്താണ്? കാതുകൾ തന്നു. ഉമ്മയെ കാണാൻ ഉപ്പയെ കാണാൻ കണ്ണുകൾ തന്നു. അപ്പോൾ അതൊക്കെ ഇതുപോലെ മാറി വരാം. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കാൻ വന്നത് എന്താണ്? വമാ അന മിനൽ മുശ്രിക്കീൻ. വജ്ജഹത്തിൽ നിന്നാണ് വമാ അന മിനൽ മുശ്രിക്കീൻ. അപ്പം അതിൻ്റെ നമുക്ക് അവിടെ എഴുതി കൊടുക്കണം. അടുത്തതാ റബ്ബന എന്താണ്? ലക്കൽ ഹംദു. എഴുത്തിതാല്ല റബ്ബന ലക്കൽ ഹംദു. അപ്പം അതിൻ്റെ എഴുതാം. അടുത്തതാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അത്തഹിയാത്തിൽ നിന്ന് ഓപ്ഷൻ ഡി അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഇനി അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു. ഓപ്ഷൻ ബി. അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത് കഴിഞ്ഞാൽ ദുആയിൽ നിന്നാണ്. അടുത്തതാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാം വീട്ടില. അപ്പോൾ അവിടെ അതിൻ്റെ സി എഴുതാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മാറി വരാം. പാഠത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ബോക്സുകളുണ്ട്. അസ്സലാത്തു ഹൈറും മിനന്നൗം അങ്ങനെയൊക്കെ വരട്ടാ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ്? വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഡേഷ് വല്ലർല്. ഇവിടെ എന്താണ്? വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫത്തറസ് സമാവാതി വൽ അർള്. അപ്പം നമ്മൾ എഴുതി കൊടുക്കണം. ഇതേപോലെ വജ്ജഹത്തിന് വേറെ ഏത് ഭാഗവും വരാം. അപ്പോൾ വജ്ജഹത്തും ദിക്റും സ്വലാത്തും ഒക്കെ നമ്മൾ
മുഴുവനായിട്ട് കാണാൻ പഠിക്കണം. അടുത്തത് അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുലില്ലാ. സ്വലവാത്തു എന്ന് എഴുതണം. ഇനിയാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ. ഇനിയാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി. ഇനിയോ ബിസ്മില്ലാഹി വലജ്ന ബിസ്മില്ലാഹി ഹറജ്ന. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ബിസ്മില്ലാഹി വലജ്ന ബിസ്മില്ലാഹി ഹറജ്ന വഅലല്ലാഹി റബ്ബനാ തവക്കൽന വഅലല്ലാഹി എന്ന് അവിടെ വിട്ടത് പൂരിപ്പിക്കണം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഇസ്ലാം കാര്യങ്ങൾ എത്ര? ഇസ്ലാം കാര്യങ്ങൾ 5 ഇസ്ലാം കാര്യങ്ങൾ 5. ഹിജ്റ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രാം വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത്? നമ്മൾ ഹബീബുള്ള എന്നുള്ള 20ാമത്തെ പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് വഫാത്ത് വരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വയസ്സിൻ്റെ ഓരോ ഘട്ടങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് ഓർത്ത് വെക്കണം. അപ്പോഴാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ വരുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ചു 2 മാസത്തിന് ശേഷം പിതാവ് വഫാത്തായിട്ടുണ്ട്. 6ാം വയസ്സിൽ ഉമ്മ ആമിന ബീവിയും വഫാത്തായിട്ടുണ്ട്. പിന്നീട് സംരക്ഷിച്ചത് അബ്ദുൽ മുത്തലിബായിരുന്നു. 8 വയസ്സായപ്പോൾ അദ്ദേഹവും വഫാത്തായിട്ടുണ്ട്. പിന്നെ പിതൃ സഹോദരൻ അബൂ ത്വാലിബാണ് സംരക്ഷിച്ചത്. 25ാം വയസ്സിൽ ഖദീജ ബീവിയെ വിവാഹം കഴിച്ചു. 35ാം വയസ്സിൽ കഅബയുടെ പുനർനിർമ്മാണത്തിൽ പങ്കെടുത്തു. 40 വയസ്സ് പൂർത്തിയായപ്പോൾ നുബുവത്ത് ലഭിച്ചു. 53 വയസ്സായപ്പോൾ മദീനയിലേക്ക് ഹിജ്റ പോയി. 63ാം വയസ്സിൽ വഫാത്തായി. നാട്ടുകാർ എല്ലാവരും അൽ അമീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത്. അപ്പോൾ അതൊക്കെ ഓർക്കണം കേട്ടോ. അപ്പോൾ ഹിജ്റ പോയപ്പോഴുള്ള വയസ്സ് 53. ഇനിയാ സ്വർഗത്തിലെ 2 വാതിലുകളാണ് ആര്? മാതാപിതാക്കൾ. സ്വർഗത്തിലെ 2 വാതിലുകൾ മാതാപിതാക്കൾ. അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേത്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് മസ്ജിദാണ്. ഇശാ നിസ്കാരം എത്ര റക്അത്താണ്? ഇശാ നിസ്കാരം എത്ര റക്അത്താണ്? 4 റക്അത്താണ്. 4 റക്അത്ത്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഈമാൻ കാര്യങ്ങളിൽ 4ാമത്തേത് ഏത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുല്ല. അതെന്തായാലും ഇങ്ങനെ ഒരു ചോദ്യം വരും. അപ്പം നമുക്ക് ഓർഡറിൽ പഠിച്ചാലേ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. 4ാമത്തത് അല്ലാഹു തആലയുടെ മുർസലുകളിൽ വിശ്വസിക്കലാണ്. അല്ലാഹു തആലയുടെ മുർസലുകളിൽ വിശ്വസിക്കൽ. അടുത്ത നുബുവത്ത് ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്താണ് ചെയ്തത്? നുബുവത്ത് ലഭിച്ചപ്പോൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആരാണ് ഉസ്താദുമാർ? നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നവരാണ് ഉസ്താദുമാർ. നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നവരാണ് ഉസ്താദുമാർ. നാം അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവരെ അനുസരിക്കണം, അവരുടെ മുന്നിൽ അദബോടെ ഇരിക്കണം, അവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഉസ്താദുമാരുടെ പൊരുത്തം സമ്പാദിച്ചവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. അതൊക്കെ അപ്പോൾ അവിടെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തതെന്താണ്? മാതാപിതാക്കൾക്ക് വേണ്ടി എന്ത് ദുആ ചെയ്യണം? എന്ത് ദുആ ആണ് ചെയ്യേണ്ടത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വൈറ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വൈറ എന്ന ദുആ ആണ് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അടുത്തതെന്താണ്? സുബ്ഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതണം. എപ്പോഴാണ് കുനൂത്ത് ഓതുന്നത്? 2ാം റക്അത്തിൽ എഴുത്തിദാലിലാണ് കുനൂത്ത് ഓതേണ്ടത്. 2ാം റക്അത്തിൽ എഴുത്തിദാലിലാണ് കുനൂത്ത് ഓതേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. എല്ലാവരും പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മൾ മുമ്പ് റിവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപകാരപ്പെടുത്തുക. ഇനി അതിൻ്റെ ലിങ്ക് എന്താ ആവശ്യമുള്ളവരൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. പാഠഭാഗത്തിൻ്റെ അടിയിൽ വരുന്ന ബോക്സുകളുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. നിസ്കാരം ഉറക്കിനേക്കാൾ ഉത്തമമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. അർക്കാനുൽ ഈമാൻ 6. എന്താണ്? ഈമാൻ കാര്യങ്ങൾ 6. ഇതൊക്കെ മാച്ച് ചെയ്യാനും വരാം. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. പിന്നെ സ്വലാത്തുല്ലാ സലാമുല്ലാ വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. അലൈക്ക യാ റസൂലല്ലാ. അപ്പോൾ അതൊക്കെ
മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.